ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ജനുവരി 12 പ്രശാന്ത് വർമ്മ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹീറോ ചിത്രമായിരുന്നു ഹനുമാൻ. നായകനായിട്ട് എത്തിയിരിക്കുന്ന തേജയാണ്. സിനിമ ഏകദേശം 25 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ വിഷ്വൽസ് ആണെങ്കിൽ ഗംഭീര ക്വാളിറ്റി എന്ന് പറയേണ്ടിയിരിക്കുന്നു. തിയേറ്ററിൽ നിന്ന് മാത്രം ഈ സിനിമ 300 കോടി രൂപ കളക്ട് ചെയ്ത് വലിയൊരു ഹ്യൂജ് സക്സസ് ആയൊരു സിനിമയും കൂടെയാണ്. ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട്. അപ്പം ഈ സിനിമ കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹനുമാൻ എന്ന സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുന്നത് ആദ്യ പുരുഷനെക്കാട്ടി ബെറ്റർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 700 കോടി രൂപ ഇറക്കിയ സിനിമയെക്കാട്ടിയും 25 കോടി മുതൽ മുടക്കിയ ഈ സിനിമയുടെ വിഷ്വൽസാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സിനിമ OTT വഴി ഇറങ്ങിയപ്പോൾ അത്ര നെഗറ്റീവ് റെസ്പോൺസാണ് സിനിമയ്ക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ വിഷ്വൽസിനെ ചൊല്ലിയാണ് എല്ലാവർക്കും തർക്കമായിട്ടുള്ളത്. വിഷ്വൽസ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു വിഷ്വൽസ് തന്നെയാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ആ ബഡ്ജറ്റിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നോ അതിൻ്റെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ നായകന് ഹനുമാൻ്റെ ഒരു അംശത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ നായകന് കിട്ടുന്നത്. പിന്നെ അവിടുത്തെ ഗ്രാമത്തിനെ സംരക്ഷിക്കുന്ന കഥകളൊക്കെയാണ് സിനിമയുടെ മെയിനായിട്ട് ചർച്ച ചെയ്തു പോകുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ അയാളുടെ ശക്തി എടുക്കാൻ വേണ്ടി വേറൊരു വില്ലൻ പുറലോകത്തുനിന്ന് ഇങ്ങോട്ട് ഈ ഗ്രാമത്തിലേക്ക് വരികയും അതിൽ നിന്നൊക്കെ നമ്മുടെ നായകനെ എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള കഥയൊക്കെയാണ് സിനിമയുടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കഥ. സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ഈ സിനിമയുടെ സംസാരിക്കുന്നത്. പക്ഷേ എൻ്റെ വിഷ്വൽ എഫക്ട്സ് കൊള്ളാമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചില സമയത്തൊക്കെ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി, ചുമ്മാ കണ്ടിരിക്കാന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ സിനിമ. പിന്നെ ചില സമയത്ത് ഗൂസ് ബംസ് അടിക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ ചില സമയത്ത് രോമാഞ്ചിഫിക്കേഷൻ ഇതിലുണ്ട്. പവർ കിട്ടുന്ന നേരത്തൊക്കെ, ശക്തി കിട്ടുന്ന നേരത്ത് അതെനിക്ക് ഫീൽ ചെയ്തു, ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരലക്ഷ്മി, ശരത്തിൻ്റെ മോൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. വരലക്ഷ്മി കിട്ടില്ല അഭിനയം തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. അനിയനും ചേച്ചി തമ്മിലുള്ള അഭിനയം എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഹനുമാനെക്കുറിച്ച് എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നല്ലൊരു സൂപ്പർ ഹീറോ മൂവി, ഡീസൻ്റ് ആയിട്ടുള്ള. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് താങ്ക്സ്.